नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश धारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं विपदा भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 14-ാമത്തെ അധ്യായം വേനൻ രാജാവിന്റെ കഥ. ശ്ലോകം 8 മുതൽ 12 വരെ വായിക്കാം. അഹോ ഉഭയത പ്രാപ്തം ലോകസ്യാവ്യസനം മഹത് ധാരുണ്യുഭയതോ ദീപ്ത ഇവ തസ്കരപാലയോ അരാജകഭയാദേശ കൃതോ രാജാ തദർഹണ തതോപ്യാസീത് ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം അഹേരിവ ഭയഘോഷ പോഷകസ്യാഭിനർത്ഥഭൃത് വേന പ്രകൃതൈവ ഖല സുനീധാ ഗർഭസംഭവഃ നിരൂപിത പ്രജാപാല സജിഘാംസതി വൈ പ്രജാഃ തഥാപി സാന്ത്വയേ മാമം നാസ്മാം തത്പാദകം സ്പൃശേത് തദ്വിദ്വദ്ഭിരാ സദ്വൃത്തോ വേനോസ്മാഭിः കൃതോ നൃപഃ ശാന്തിതോ യതി നോ വാചം ന ഗൃഹീഷ്യത്യധർമ്മകൃത് ലോകധിക്കാരസന്തക്തം ദഹിഷ്യാമാസു തേജസാ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ശോഭന മാതാജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:1 അധ്യായം 14 വേനൻ രാജാവിന്റെ കഥ. ശ്ലോകം 8. അഹോ ഉഭയതാ പ്രാപ്തം ലോകസ്യ വ്യസനം മഹത് ദാരുണീ ഉഭയതോ ദീപ്ത ഇവ തസ്കര പാലയോഃ. മഹാമുനിമാർ കൂടി ആലോചിച്ചപ്പോൾ ഇരുവശത്തു നിന്നും വരുന്ന ആപത്തുകൾക്കു നടുവിലാണ് ജനങ്ങളെന്ന് കണ്ടു. ഒരു തടി കഷണത്തിന്റെ രണ്ടറ്റത്തു നിന്നും തീ കത്തി വരുമ്പോൾ അതിന്റെ മധ്യഭാഗത്തുള്ള ഉറുമ്പുകളുടെ അവസ്ഥ അത്യന്തം അപകടകരമാകും. അതേപോലെ ഒരു വശത്ത് നിരുത്തരവാദിയായ രാജാവും മറുവശത്ത് തസ്കരന്മാരും തമ്മാടികളുമായപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ സ്ഥിതി അത്യന്തം ആപൽക്കരമായി. ശ്ലോകം 9. അരാജകഭയാദേശ കൃതോ രാജാ ദദർഹണ തതോ അഭ്യാസീത് ഭയം ത്വദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം. വിവർത്തനം. രാജ്യത്തെ ക്രമരാഹിത്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച മുനിമാർക്ക് യോഗ്യതകൾ ഇല്ലാതിരുന്നിട്ടും വേനനെ രാജാവാക്കാൻ തങ്ങളെടുത്ത തീരുമാനം ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കാരണമാണെന്ന് മനസ്സിലായി. പക്ഷേ കഷ്ടം, ജനങ്ങൾ രാജാവിനാൽ തന്നെ
ഉപദ്രവിക്കപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങൾ എങ്ങനെ സന്തോഷിക്കും? ശ്ലോകം 10. അഹേരിവാപ്പയ പോഷക സാപ്യാനർത്ഥഭൃത് വേനാ പ്രകൃതൈവ കല സുനീത ഗർഭസംഭവ. വിവർത്തനം. മുനിമാർ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. രാജാവ് വേനൻ സുനീതിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചവനാകയാൽ അവൻ സ്വാഭാവികമായും വളരെ ദ്രോഹിയാണ്. ദോഷിയായ ഈ രാജാവിനെ പിന്തുണയ്ക്കുന്നത് വാസ്തവത്തിൽ പാമ്പിനെ പാൽ കൊടുത്ത് പരിപാലിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ അവൻ എല്ലാ കൊള്ളരുതായ്മകളുടെയും ഉറവിടമായിരിക്കുന്നു. ശ്ലോകം 11. നിരൂപിത പ്രജാപാലസ ജിഗാംസതി വൈ പ്രജാഃ തഥാപി സാന്ത്വയാമാമും ന അസ്മാൻ തത്പാദകം സ്പൃശേത്. പൗരന്മാരുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വേനനെ രാജ്യത്തിന്റെ രാജാവായി നിയമിച്ചത്. പക്ഷേ അവൻ ഇപ്പോൾ അവരുടെ ശത്രുവായിരിക്കുന്നു. ഈ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഉടനെ അവനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുന്ന പക്ഷം അവൻ മുഖാന്തരമുണ്ടായ പാപത്തിന്റെ ഫലം നമ്മെ സ്പർശിക്കാതിരുന്നേക്കും. ശ്ലോകം 12. തദ്വിദ്യുദ്ഭിരാത് വൃത്തോ വേനോ അസ്മാഭി കൃതോ നൃപഃ സാന്ദിതോ യദീനോ വാചം നാഗൃഹീഷ്യത്യ ധർമ്മകൃത് ലോകധിക്കാര സന്ദഗ്ധം ദഹിഷ്യാമാ സ്വാതേജസാ. വിവർത്തനം. വിശുദ്ധരായ മുനിമാർ ചിന്ത തുടർന്നു. തീർച്ചയായും അവന്റെ കൊള്ളരുതാത്ത സ്വഭാവം നമുക്ക് നന്നായി അറിയാം. എന്നിട്ടും നമ്മൾ അവനെ സിംഹാസനസ്ഥനാക്കി. വേനനെ സ്വാധീനിച്ച് നമ്മുടെ ഉപദേശം സ്വീകരിപ്പിക്കാൻ സാധിക്കാത്ത പക്ഷം അവനെ പൊതുജനങ്ങൾ ശിക്ഷിക്കും. നമ്മളും അവരോടൊപ്പം ചേരും. അപ്രകാരം നമുക്ക് നമ്മുടെ തേജസ്സിനാൽ അവനെ ഭസ്മമാക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശോഭന മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ രാജാവ് വേനൻ അദ്ദേഹത്തെ രാജാവാക്കി ഉടനെ തന്നെ വേനൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണ്? രാജ്യത്ത് നടക്കുന്ന എല്ലാ ധാർമ്മിക പ്രവർത്തനങ്ങളെയും വിരോധിച്ചു. ഇനി മുതൽ ഈ രാജ്യത്ത് യാതൊരുവിധ യജ്ഞങ്ങളും നടത്താൻ പാടില്ല. ബ്രാഹ്മണർക്ക് ദാനം നൽകാൻ പാടില്ല. ഹവിസ് അഗ്നിയിൽ സമർപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് അദ്ദേഹം രാജ്യം മുഴുവൻ പെരുമ്പറ കൊട്ടികൾ കൊണ്ട് വിളംബരം ചെയ്തു എന്നാണ് പറയുന്നത്. ന യസ്തവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാ കൊച്ചിത്. 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇതിൻ നിവാരയ ധർമ്മം ഭേരീഘോഷേണ സർവശ. ഭേരീഘോഷം മുഴക്കിക്കൊണ്ട് രാജ്യം മുഴുവൻ പെരുമ്പറ മുഴക്കിക്കൊണ്ട് എല്ലാവിധ യജ്ഞങ്ങളെയും വേനൻ രാജാവ് നിരോധിച്ചു. ഈ ഒരു കാര്യം വീണ്ടും മുനിമാരെ ചിന്താക്കുഴപ്പത്തിലാക്കി. കാരണം രാജ്യത്ത് യജ്ഞങ്ങൾ നിരോധിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പുരോഗതിക്കുള്ള അവസരം ഉണ്ടാവുകയില്ല. അവർക്ക് ആത്മീയമായിട്ട് യാതൊരു പുരോഗതിയും ഉണ്ടാവുന്നില്ല. ജനങ്ങളുടെ പാപം വർദ്ധിച്ചു വരും. ജനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരും. യുദ്ധങ്ങൾ ഉണ്ടാകും, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും. ജനങ്ങൾ മുഴുവൻ നാശത്തിലേക്ക് പോകും. ജനങ്ങളുടെ ജീവിതം നരകതുല്യമായിട്ട് മാറും. ഇത് വലിയൊരു ദോഷമാണ് ജനങ്ങൾക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് മുനിമാർ വീണ്ടും കൂടിയാലോചന നടത്തി. കാരണം ഈ മുനിമാർ തന്നെയാണ്, ഈ പുരോഹിതന്മാർ തന്നെയാണ് നേരത്തെ വേനനെ രാജാവാക്കാനുള്ള തീരുമാനമെടുത്തത്. കാരണം അത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു. രാജ്യത്ത് രാജാവില്ലാത്തത് കൊണ്ട് അരാജകത്വം ഉണ്ടാകും. അരാജകത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളെ കൊള്ളക്കാരും കള്ളന്മാരും വളരെ എളുപ്പത്തിൽ ആക്രമിക്കും. കൊള്ളക്കാരെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ
ഒരു രാജാവിനെ തിരഞ്ഞെടുക്കേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ടാണ് വേനനെ തൽക്കാലം ഒരു രാജാവായി തീരുമാനിച്ചത് എന്നിവിടെ മുനിമാർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അവർ മനസ്സിലാക്കി. അഹോ ഉഭേദപ്രാപ്തം ലോകസ്യ വ്യസനം ഹത് താരുണ്യുഭേദോ ദീപ്ത ഇവ തസ്കര പാലയോ. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇപ്പോൾ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? രണ്ട് അറ്റത്തു നിന്നും കത്തിത്തുടങ്ങിയിട്ടുള്ള വിറക് കൊള്ളിയുടെ നടുക്ക് നിൽക്കുന്ന ഉറുമ്പുകളെ പോലെയാണ് ജനങ്ങളുടെ അവസ്ഥ. ഒന്നുകിൽ അവർ കൊള്ളക്കാരെ കൊണ്ട് ആക്രമിക്കപ്പെടും, രാജാവില്ലാത്ത അവസ്ഥയിൽ. ഇപ്പോൾ രാജാവ് ഉണ്ടായപ്പോൾ രാജാവിനാലും അവർക്ക് ഉപദ്രവമാണ് ഉണ്ടാകുന്നത്. അവർക്ക് യാതൊരു പുരോഗതിക്കുമുള്ള അവസരമില്ല. രാജാവ് തന്നെ അവരെ ഉപദ്രവിക്കുന്ന അവസ്ഥയാണുള്ളത്. രണ്ട് വശത്തു നിന്നും ആക്രമണം നേരിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഇത് വലിയ കഷ്ടമാണ്, ഇത് വലിയ അപൽക്കരമായിട്ടുള്ള അവസ്ഥയാണ് എന്നവർക്ക് മനസ്സിലായി. അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അഹേരിവ പയപോഷ പോഷകസ്യാർത്ഥഭൃത. പാമ്പിന് ഒരിക്കലും പാല് കൊടുത്തത് കൊണ്ട് പ്രയോജനമില്ല. എത്ര സ്നേഹത്തോടു കൂടി പാമ്പിന് പാല് കൊടുത്താലും പാമ്പ് ആ പാലിനെ വിഷമാക്കിയാണ് മാറ്റുന്നത്. അതേപോലെ തന്നെ വേനൻ പ്രകൃതിയാ തന്നെ അധാർമിക സ്വഭാവമുള്ളതാണ്. ആ അധാർമിക സ്വഭാവം അവൻ ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല എന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പൂർണ്ണമായിട്ട് അവർക്ക് ബോധ്യമായി. ഇനിയും വേനനെ വെച്ച് പുലർത്തുന്നത് പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെയാണ്. പാമ്പിന് പാല് കൊടുക്കുന്നതോടും പാമ്പ് ശക്തമായിട്ട് മാറും, കൂടുതൽ വിഷം ഉൽപ്പാദിപ്പിക്കും, കൂടുതൽ പേരെ ഉപദ്രവിക്കും. അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട് കാര്യമില്ല എന്നവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. വേനന് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാൻസ് വേനൻ ഉപയോഗിച്ചിട്ടില്ല. വേന പ്രകൃതിവ ഖല സുനീത ഗർഭസംഭ. പ്രകൃതിയാ തന്നെ, ജന്മനാ തന്നെ വേനൻ അധാർമികനാണ് എന്ന് മഹർഷിമാർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് വേനന്റെ ആ ഒരു ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ഇവിടെ 11ാമത്തെ ശ്ലോകത്തിൽ അവർ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് വേനൻ രാജാവായത്. പുരോഹിതന്മാരാണ് വേനനെ മന്ത്രിമാരുടെ സമ്മതമില്ലാഞ്ഞിട്ട് പോലും രാജാവായിട്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് വേനൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമെല്ലാം തങ്ങളെ കൂടി ബാധിക്കും. വേനൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തങ്ങളെയും ബാധിക്കും. കാരണം തങ്ങളാണ് വേനനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്കും ബാധകമാണ്. നമ്മൾ ആരെയാണോ രാജാവായി അല്ലെങ്കിൽ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കുന്നത്, അവർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആരുടെ കൂടി ഉത്തരവാദിത്തമാണ്? അവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അവർ ചെയ്യുന്ന പാപങ്ങൾ ആ ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമായിട്ട് മാറും. കാരണം അവരാണ്, ആ ജനങ്ങളാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ മഹർഷിമാരും ചിന്തിക്കുകയാണ്, ഞങ്ങളാണ് വേനനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വേനൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് കൂടിയുണ്ട്. അയാൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ തങ്ങളുടെ കൂടി പാതയിലേക്ക് വരും, തങ്ങളുടെ കൂടി അക്കൗണ്ടിലേക്ക് വരും. അതുകൊണ്ട് അതില്ലാതാക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വേനൻ ഇനിയും ദുഷ്പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ആ സിംഹാസനത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇല്ലാതാക്കണം എന്ന് മഹർഷിമാർ ചിന്തിച്ചു. അപ്പോൾ അതിനൊരു അവസരം കൊടുക്കാമെന്നും അവർ ചിന്തിച്ചു. ആദ്യം വേനനെ ഇല്ലാതാക്കുന്നതിന് മുന്നേ വേനനോട് സംസാരിക്കാം. വേനന് ഇനിയും എന്തെങ്കിലും മാനസികമായിട്ടുള്ള പരിവർത്തനം ഉണ്ടാകുമോ എന്ന് നോക്കാം. അദ്ദേഹത്തെ സ്വാധീനിപ്പിക്കാം. അദ്ദേഹത്തിനോട് ഒരു ഡിസ്കഷൻ ചെയ്യാം. അദ്ദേഹത്തിനോട് സംസാരിക്കാം. സംസാരിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം തുടർന്നും അധാർമിക പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ഇല്ലാതാക്കാം. നമ്മുടെ ശക്തി കൊണ്ട്, ആത്മീയമായിട്ടുള്ള ശക്തി കൊണ്ട് അദ്ദേഹത്തിനെ ഇല്ലാതാക്കാം എന്ന് മഹർഷിമാർ ചിന്തിക്കുകയാണ്. ഈ ഒരു ചിന്താഗതി യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചന പോലെയാണ്. ഇതൊരു പൊളിറ്റിക്സ് ആണ്.
ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാദർ പറയുന്നുണ്ട്, സാധാരണഗതിയിൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വ്യക്തികൾ, സന്യാസിമാർ, ഇവരൊന്നും പൊളിറ്റിക്സിൽ ഉൾപ്പെടാറില്ല. രാഷ്ട്രീയത്തിൽ അവർക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അടിയന്തര ഘട്ടത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തി ജനങ്ങൾ ആപത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാകുന്ന സമയത്ത് ചിലപ്പോൾ അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട്. പക്ഷെ അവർക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ശക്തിയുമുണ്ട്. അവരുടെ ആത്മീയ ശക്തി കൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരെ നിയന്ത്രിക്കാനുള്ള ശക്തിയും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്, നമ്മുടെ തേജസ് കൊണ്ട് തന്നെ ഇവനെ ഇല്ലാതാക്കാൻ നമ്മൾക്ക് സാധിക്കും. വീണ്ടും അധാർമിക പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ഇവനെ എന്ത് ചെയ്യാം, വേനനെ എന്ത് ചെയ്യാം, നമ്മുടെ സ്വന്തം തേജസ് കൊണ്ട് ഇല്ലാതാക്കാം. ദഹിഷ്യാമ സ്വതേജസ എന്ന് 12ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. അവനെ നമുക്ക് ദഹിപ്പിച്ചു കളയാം. യാതൊരു ആയുധവും ഉപയോഗിക്കാതെ തന്നെ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാനുള്ള ശക്തി, ആത്മീയ ശക്തി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടാലും അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. പക്ഷെ ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് അതിനുള്ള ശക്തിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ശീലപ്രഭുപാദർ നിർദ്ദേശിക്കുന്നത്. നമുക്ക് അത്ര ശക്തിയില്ല. ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മൾക്ക് പരിഹരിക്കാൻ സാധിക്കും. സമൂഹത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാതെ തന്നെ നമ്മൾക്ക് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മൾ നേരിട്ട് ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിച്ചാൽ മതി, ഭഗവാന്റെ നാമജപം പ്രചരിപ്പിച്ചാൽ മതി, സമൂഹത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ള ഒരു പ്രത്യേക കാര്യം കൂടി പ്രധാനപ്പെട്ട നിർദ്ദേശം കൊണ്ട് ശീലപ്രഭുപാദർ ഭാവാർത്ഥത്തിൽ നൽകുന്നുണ്ട്. അതിനുശേഷം വേനനോട് എന്താണ് ഈ മഹർഷിമാർ, മുനിമാർ സംസാരിച്ചത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നു. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ബിജു പ്രഭുജി ജപിച്ചു. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ